നമസ്തേ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പിന്നെ തുടങ്ങാം അല്ലേ? ഞാൻ ആക്ച്വലി രേണുസുധിയെക്കുറിച്ച് വലിയ വീഡിയോ ഒന്നും ചെയ്യണ്ട, എന്തിനാ? കാരണം ആവശ്യത്തിനും അധികത്തിനും യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ രേണുസുധിയെക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ നോർമലി ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. 2 വീഡിയോ ഞാൻ ചെയ്തു, എൻ്റെ ഒപ്പീനിയൻ ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാനിത് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, ഒരു കൊച്ചു പയ്യൻ, ഏതാണ്ട് ഗെയിമൊക്കെ കളിക്കുന്ന ഒരു കൊച്ചു പയ്യനുണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ഒരു 10ലൊക്കെ പഠിക്കുന്ന ആ ഒരു ഏജേ ഉള്ളൂ. അവൻ കൂടുതൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അവൻ്റെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ പൊന്നടപ്പ നിറയെ രേണുസുധിയെക്കുറിച്ചിട്ടുള്ളത് മാത്രം. അവന് സത്യമായിട്ടും അവൻ്റെ ആ ഒരു മോണിറ്റൈസ് ചെയ്ത് പോലും, അതായത് എൻ്റെ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആയത് പോലും രേണുസുധിയും കൊണ്ടാണ്. രേണുസുധിയുടെ കൊണ്ട് റിയാക്ഷൻ ചെയ്യുക, അവൾ ഡാൻസ് കളിച്ച് അപ്പത്തിന് അതിൻ്റെ റിയാക്ട് ചെയ്യുക, എന്തെങ്കിലും തരത്തിൽ രേണുസുധി റിയാക്ട് ചെയ്താൽ മറ്റ് അതുൽ പോലുള്ള വ്ളോഗ്സിനെതിരെ, കുറേ അങ്ങനെയുള്ള കുറേ വ്ളോഗ്സിനെതിരെ അവൾ റിയാക്ട് ചെയ്യും. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ അത് ആ കുഞ്ഞു ചെക്കൻ അതെടുത്ത് റിയാക്ട് ചെയ്യാം. അങ്ങനെ അവൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ രേണുസുധിയും മയമാണ് മൊത്തത്തിൽ. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, അപ്പോൾ രേണുസുധി ഒരാളെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് റിയാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എന്തുമാത്രം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് തങ്ങൾക്ക് എന്തുമാത്രം രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാര്യത്തിലുള്ള ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോളജ് ഈ രേണുസുധി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു രേണുസുധി വന്ന വഴി. ഇപ്പം സത്യം പറഞ്ഞാൽ രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ സംബന്ധമായിട്ടാണല്ലോ ഞാനും ഇതൊക്കെ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് നിന്നത്. കാരണം വെച്ചാൽ എന്താ പറയുക, യൂട്യൂബ് തുറക്കാൻ പറ്റില്ലെന്നേ. അങ്ങ് യൂട്യൂബ് തന്നെ നമ്മളങ്ങ് പുഷ് ചെയ്ത് കാണിക്കണം രേണുസുധിയെക്കുറിച്ചുള്ള കണ്ടൻറ്റുകളും മറ്റുമൊക്കെ. അപ്പോഴാണ് ഞാൻ ഈ കുറേ അങ്ങനെ കുറേ പേരുകൾ കേൾക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയാം, ഞാൻ നോക്കിയപ്പം ഓക്കെ, രേണുസുധിൻ്റെ 10 ഇരട്ടി ടീമുകളാണ് അവരൊക്കെ. അപ്പോൾ ഇവർക്കെതിരെ ആരും അങ്ങനെ ഒന്നും വീഡിയോസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസുധി എന്ത് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്, അവർ എന്ത് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് എന്നുള്ളതാണ്. അവർ സ്ട്രെയിറ്റ് ഒരു കാര്യം പറഞ്ഞു വന്നവരാണ്. ഞാൻ ഇന്നതാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇന്നൊക്കെ കാണിക്കും എന്നുള്ള ലെവലിൽ അവർ തുടക്കം മുതലേ അവരെന്താണെന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് അവർ വന്നത്. അതുമാത്രമല്ല, അവർ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയയ്ക്ക് അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഞാൻ നിമിഷയുടെ കാര്യമല്ല പറയുന്നത്, വേറെയും കുറേ ആൾക്കാരെ ഞാൻ കണ്ടുകൊണ്ട് പറയണം. അപ്പോൾ അവർ ഈ ഓൺലൈൻ മീഡിയസിനൊന്നും അങ്ങനെ വലിയ ഇൻ്റർവ്യൂ കൊടുത്ത്, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്കെതിരായിട്ട് 10 തിരിച്ചു പറഞ്ഞ് അങ്ങനെ അനാവശ്യമായ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി അവർ പോയിട്ടില്ല. അവരൊരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് സബ്സ്ക്രിപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. അതിപ്പം ഞാൻ അറിഞ്ഞത് തന്നെ ഇപ്പം ഈ ഒരു രേണുസുധിയുടെ പ്രശ്നം വന്നപ്പോൾ ഇവരെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പേരും നാളുമൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് ഞാൻ പോലും അറിയുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു ലെവലിലേക്ക് രേണുസുധി താന്നുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, രേണുസുധി എന്ത് പറഞ്ഞാണ് വന്നത്. രേണുസുധി ഫസ്റ്റ്, അതായത് സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് സുധി പറഞ്ഞു, ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് അദ്ദേഹത്തിനെ, അങ്ങനെ ഇങ്ങനെ പുള്ളിയുടെ ലൈഫൊക്കെ പറഞ്ഞു. അതായത് ഫ്ലവേഴ്സിലൊക്കെ വന്നു, എല്ലാവരുടെ മുന്നിൽ കണ്ടപ്പോൾ രേണുസുധി എന്ന് പറയുമ്പോൾ അത് പക്കാ ഒരു എന്തു പറയുക, കേരള തനിമയുള്ള ഒരു നല്ല ഒരു വീട്ടമ്മ, അല്ലെങ്കിൽ വൈഫ്, വാട്ടർ വീറ്റ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും അവരോടൊരു പ്രത്യേക സ്നേഹം, ആ സുധിയുടെ കൂടെ, സുധിയെ സ്നേഹിച്ച് സുധിയുടെ കുഞ്ഞിൻ്റെ അമ്മയായി ജീവിക്കുന്നു, അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു സ്ത്രീ. അവർ അടങ്ങി ഒതുങ്ങി, അവർ ഡാൻസ് കളിക്കും. അവർ ആ ടൈമിലൊക്കെ ഇവരുടെ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, ഇവർ അതിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ മുന്നിൽ അവർക്കൊരു കണ്ടൻറ്റായിട്ട് മാറിയില്ലായിരുന്നു. ഒരു കണ്ടൻറ്റ് ആയിരുന്നില്ല. അവർ അങ്ങനെ പോകുന്നു. സുധിച്ചേട്ടൻ്റെ അമ്മാരാണ്. അവിടെ നിന്നാണ് രേണു എന്ന് പറയുന്ന ഒരു കൂണ് മുളച്ചു വരുന്നത്. കാരണം വെച്ചാൽ കൂണ് അധികം ആയുസിലെന്നേ, അതുപോലെ തന്നെ രേണു. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. രേണു വന്ന വഴി
രേണു ഇപ്പോൾ പോകുന്ന വഴി ആൾക്കാരെ ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്തൊരു സ്ത്രീ വേറെയില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുക, എൻ്റെ സുധിച്ചേട്ടൻ പറഞ്ഞ അണ്ണാക്ക് കീറിക്കിടന്ന് അരച്ചവർ. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പറഞ്ഞു എൻ്റെ സുധിച്ചേട്ടൻ്റെ ഈ ഷർട്ടിൻ്റെ അതേ മണം തന്നെ വേണമെന്ന് പറഞ്ഞപ്പം ലക്ഷ്മി നക്ഷത്ര അതിൻ്റെ സ്പ്രേ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരി ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്ന് മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നപ്പം ഫ്ലവേഴ്സ് ഏറ്റെടുത്തു. പുള്ളിക്കാരിക്ക് പിന്നെ ആ ജോലി വേണ്ടാന്ന്. പുള്ളിക്കാരി എന്ത് ആക്ടിങ്ങിലേക്ക് ഇറങ്ങുമെന്ന് പറയാം. ശരി, ഇറങ്ങിക്കോ. പുള്ളിക്കാരി ഇറങ്ങിയ ആൾക്കാർ ആദ്യമൊക്കെ നെഗറ്റീവ്സ് പറയുന്നവരുണ്ട്, പോസിറ്റീവ്. അപ്പോൾ ആദ്യം ഞാൻ വെച്ചു അപ്പോൾ എന്ത് അവരുടെ മുഖം കാണാൻ കൊള്ളില്ല, എന്തോത്തിന്. എത്രയോ സിനിമാ നടികൾ കയറുമ്പോൾ കാണാൻ കൊള്ളാത്ത വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ അവരുടെ 2 മൂവി ഇറങ്ങിക്കഴിഞ്ഞ് 3ാമത്തെ മൂവി അവർ ബോധ സുന്ദരികളാണ്. കാര്യം എന്തുവാ, ഭയങ്കര കോസ്മെറ്റിക്സ് ഉപയോഗിക്കുകയും സർജറി കഴിയും അങ്ങനെയെല്ലാം ചെയ്ത്. അപ്പം നമ്മൾ ഈ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞ ഒരു കഥയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആരാ സുന്ദരി, അതിലത്തെ കാര്യമില്ല, മനസ്സാണ് അത്യാവശ്യം. അപ്പം അത് വിട്. അവർ അപ്പം അതെന്തെങ്കിലും കാണിക്കട്ടെ, ആക്റ്റീവ് ഡാൻസ് ചെയ്യുക, എന്തെങ്കിലും കാണിക്കട്ടെ. അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ, ആട്ട് പോട്ടെ, ആ വഴി പോട്ടെ. പിന്നെ പതിയെ ഇവരെന്ത് ചെയ്തു, ഇവർ പതിയെ നെഗറ്റിവിറ്റീസിനൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ആൾക്കാർ മുന്നിൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ വീടിനകത്ത് നടക്കുന്ന ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ അവരുടെ വീട് ചോർച്ച. അത് ചോർച്ചയെന്ന് പറയും, എത്തിലടിച്ചിട്ട്. അതായത് നമ്മൾ ഈ മഴ പെയ്യുമ്പം ചാറ്റൽ മഴയൊക്കെ പോയി കാറ്റടിച്ച്, ഇവിടെ പറഞ്ഞാൽ പറയും എത്തിലടിച്ച് പരിക്കാത്ത വെള്ളം കയറിയെന്ന് പറയും. അങ്ങനെ വെള്ളം കയറുന്നൊരു കാര്യം അത് അവർക്ക് അവരുടെ ഇടയിൽ തീർക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നുമില്ല, തൻ്റെ പേര് ഇങ്ങനെ നിലനിർത്തണം. അപ്പോൾ തന്നെ അവരെടുത്ത് ഇട്ടു, അവരായിട്ട് തന്നെ പറഞ്ഞു, അവരായിട്ട് തന്നെ ഉണ്ടാക്കി. അങ്ങനെ ചെറിയ കാര്യങ്ങൾ. ഒരു ദിവസം അവരുടെ പേര് സോഷ്യൽ മീഡിയയിൽ ഉയർന്നില്ലെങ്കിൽ അവരെന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാകും. പിന്നെ ബോയ് ഫ്രണ്ടായി, അത് മുസ്ലിമായി, പിന്നെ തോളത്ത് കയ്യിലിടുന്ന, എനിക്കറിയത്തില്ല എന്തൊക്കെയൊക്കെയോ അവർ കാണിക്കുന്നു. ശരി, നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോ, അപ്പോൾ ജീവിക്കാനല്ല ജീവിച്ചു. സ്വന്തം മക്കളെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. കാണിച്ചു കൂട്ടുന്നതൊക്കെ നല്ലതാണ്. പോട്ടെ, അതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് അടുത്തരുണ്ടല്ലോ, സുധിയുടെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിങ് ഫീൽഡിലോട്ട് വന്നത്. ബിഗ് ബോസിൽ പോയപ്പോൾ തന്നെ സുധിച്ചേട്ടാ ഞാൻ വന്നേ, എന്ത് ഈ ഡയലോഗ് അടിച്ചിട്ടാണ് ബിഗ് ബോസിൽ കയറിയത്. ഇതൊക്കെ ആവശ്യം എന്തുവായിരുന്നു? കാരണം സുധി എന്ന് ഈ രാമ 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 എന്ന് ചൊല്ലുന്നതിന് പോലെ സുധി എന്ന് ചൊല്ലി ആ സുധിയെ കൊണ്ടുവന്ന് എന്തു പറയാം, ഈ 6 അടി മണ്ണ് ഓൾറെഡി പുള്ളിക്കാരൻ ദൈവം വിളിച്ച് 6 അടി മണ്ണിൽ പോയി. സുധിയുടെ ഒരു പേരുണ്ടല്ലോ, അത് 6 അല്ല 16 അടി കുഴിച്ച് അവിടെ കൊണ്ട് അവളെ മൂടി. സത്യമായിട്ട് ഞാൻ പറയുക, ചേട്ടത്തരം കാണിക്കാൻ നിനക്കൊരു പരിധിയുണ്ട് എൻ്റെ പൊന്നു പെണ്ണുമ്പിള്ളേ. നീ കാണിക്കുന്നേ, നിനക്ക് ഇഷ്ടമുള്ളത് നീ കാണിക്കേ. നീ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണോ, നീ തുണി ഊരണോ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നീ കാണിക്കണോ, നീ എന്ത് കാണിക്കുക, അതൊക്കെ നിൻ്റെ ഇഷ്ടം, നീ ചെയ്തോ, ആരൊന്നും പറഞ്ഞില്ല. ആദ്യം നീ ചെയ്യേണ്ട നിൻ്റെ ലൈഫിൽ നിൻ്റെ ഈ പേരുണ്ടല്ലോ, രേണുസുതി, ഈ രേണുസുതിയല്ല, സുധി എടുത്തങ്ങ് മാറ്റി, രേണു. ഇനി മുതൽ രേണു അത് പറഞ്ഞുകൊണ്ട് നീ കാര്യങ്ങൾ ചെയ്യും. കാരണം സുധിയുടെ പേര് ഉപയോഗിച്ച് നീ സോഷ്യൽ മീഡിയ തൊട്ട് ആൾക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ആ ജനങ്ങളുടെ മുന്നിൽ ഇപ്പം രേണുവിൻ്റെ ബാലൻസ് ബാക്കി വരുന്ന ആ സുധി ഉണ്ടല്ലോ, മാമപ്പണി ചെയ്യുന്നത് പോലെ ഏപ്പി കാര്യമായിട്ട് പറഞ്ഞ. എനിക്ക് കൂടുതൽ പറയാൻ വയ്യ. മറ്റുള്ളവർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ചെയ്യുമ്പോഴാണോ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവർ സ്ട്രൈറ്റ് കാര്യങ്ങൾ പറഞ്ഞൊന്നും ചെയ്യുന്നേ. നീ എന്ത് പറഞ്ഞു, നീ കുലസ്ത്രീയായി വന്നു, പിന്നെ സുധിച്ചേട്ടൻ്റെ പേര് ഉപയോഗിക്കുന്നു, അതിനൊക്കെ നിന്നെ വെളുപ്പിക്കാൻ കുറേ ആൾക്കാർ വേറെ, നിൻ്റെ മകനുൾപ്പെടെ കിച്ചു ഉൾപ്പെടെ നിന്നെ വെളുപ്പിക്കുന്നു, എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നീ കാണിക്കുന്ന അടുത്തിടെ എന്തുവാ, നിൻ്റെ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലെ വീഡിയോസ് എല്ലാം ഇപ്പോൾ ലീക്കാണ്, ഞാൻ ഉൾപ്പെടെ കണ്ടു. നീ എന്തുവെല്ലാം ചെയ്യുന്നേ. ആ ഫോട്ടോ എടുത്ത് മാറ്റിയത് മാത്രം പോരാ, നിൻ്റെ പേരിൻ്റെ അറ്റത്തുള്ള ആ പേരും എടുത്ത് മാറ്റ്. ആ മനുഷ്യനൊരു വിലയുണ്ടായിരുന്നത്. ശരിയായിരിക്കും, അയാൾ കള്ളുപിടിക്കുമായിരിക്കും, സമ്പാദിച്ചിട്ടുണ്ടായിരിക്കത്തില്ലായിരിക്കും, അയാൾ ചിലപ്പം പറയാൻ വലിയ സുന്ദരനോ ഒന്നും ആയിരിക്കില്ലെങ്കിൽ പോലും സമൂഹത്തൊരു കലാകാരൻ എന്ന നിലയിൽ അങ്ങേർക്കൊരു നിലയും വിലയുണ്ടായിരുന്നു, ഹാർഡ് വർക്കർ എന്ന നിലയിൽ വിലയുണ്ടായിരുന്നു ആ മനുഷ്യന്. അതാണ് നീ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത്, സത്യം പറയാമല്ലോ.
അല്ല ആറ്റി കൊണ്ട് കളഞ്ഞു ഞാൻ പറയത്തില്ല. നീ ക്ലോസിലോട്ട് ബ്ലഷ് ചെയ്ത് കളഞ്ഞു, അതൊക്കെ അവിടെ പോയി എന്ന് പറഞ്ഞ പോലെ കക്കൂസ് കുഴി പോയി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം കേട്ടോ. നിങ്ങളൊന്ന് പറ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇല്ലയോ? കാരണം കൊച്ചു പയ്യൻ ഉൾപ്പെടെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുവാന്നേ. അതോ അവളാണെങ്കിൽ ചെമ്പരത്തി വെച്ച് ഏതാണ്ട് തെറ്റിപ്പോവുക, ഏതാണ്ട് കുതിരാണ്ട് എടുത്ത് അത് ചെമ്പരത്തി തന്നെ, ആ റെസ്റ്റോറൻറ്റ് പേര് ചെമ്പരത്തി എന്നോ എന്തോ ആണ്, അവിടെ കിടന്ന് തുള്ളുന്നു. അതിൻ്റെ വീഡിയോസ് വരെ എടുത്ത് വെച്ച് ഈ കൊച്ചു പയ്യൻ റിയാക്ട് ചെയ്യാണ്. കുഞ്ഞു പിള്ളേർക്ക് വരെ റിയാക്ട് ചെയ്യാനുള്ള കണ്ടൻ്റായിട്ട് മാറി രേണുസുധി. ആ സുധി എന്നുള്ള പേരെടുത്ത് മാറ്റുന്ന ആ പാവം മനുഷ്യനെ കൊല്ലുന്നതിനൊരു പരിധിയില്ലയോ? സമൂഹത്തിൽ നല്ലൊരു കലാകാരനായിരുന്നു ആ മനുഷ്യൻ. പേഴ്സണൽ ലൈഫിൽ അയാൾ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ്, മോശമായിക്കോട്ടെ, ഒരു ബാഡ് ഹസ്ബൻഡ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാൾ നല്ലൊരു കലാകാരനായിരുന്നു. അങ്ങേർക്ക് അതിൻ്റെ ഒരു പേരുണ്ടായിരുന്നു. ഇപ്പം ചാണകക്കുഴി ഒന്നും പറയാൻ പറ്റില്ലേ, നമ്മൾ ശുദ്ധീകരിക്കാനാണ് ചാണകപ്പാലുണ്ടാക്കി ഇങ്ങോട്ട് ഇങ്ങനെ തളിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇപ്പം അതും പറയാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം രേണു നീ ആ മനുഷ്യനെ നശിപ്പിച്ചു എന്ന് വേണേൽ പറയാം. സത്യമായിട്ട് ഞാൻ പറയുക, തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുധിയുടെ വീട്ടുകാരെങ്കിൽ സുധിയുടെ അമ്മയൊക്കെ പുറത്ത് പറയണ്ടേ ഞാൻ എൻ്റെ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അവരുടെ ആരുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടില്ല ഇതുവരെ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. നീ ആ സുധിയുടെയും സുധിയുടെ മൂത്ത മോൻ്റെ കാര്യമൊക്കെ വിട്, അയാളെ കൊച്ചിൻ്റെ കാര്യം നോക്ക്. ചവറ്റുകുട്ടച്ചെന്ന് കയറുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നേ. ഇങ്ങനൊന്നും ആവാൻ പാടില്ല മനുഷ്യൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ സത്യം പെട്ടഞ്ഞാൽ തന്നെ, എന്നിട്ട് 4 വർത്താനം ഞാൻ പറയുള്ളൂ. ഇമാതിരി പണിയെ കാണിക്കണം നീ ആദ്യമേ പറഞ്ഞു തരണം. ഞാൻ ജീവിക്കാനാണ്, എന്ത് ദിവസം കാണിക്കും, എൻ്റെ പുറകെ ആരും വരണ്ട. ഞാൻ ഏത് തരത്തിലും പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് വലിയ ഇതാൻ വരേണ്ട ആവശ്യമില്ല ആരും എൻ്റെ പുറകെ. ഞാൻ കുലസ്ത്രീ ഒന്നുമല്ല എന്ന് ആദ്യമേ പറഞ്ഞിറങ്ങണമായിരുന്നു. ഇത് വിധവ വേഷം കിട്ടി, പിന്നെ കുലസ്ത്രീ വേഷം കിട്ടി, പിന്നെ അമ്മ വേഷം കിട്ടി, മക്കളെ പോറ്റാനുള്ള വേഷം കിട്ടി. എങ്ങോട്ടാ ഈ പോക്ക്? വേഷം കിട്ടി. എൻ്റെ പൊന്നു രേണു, കൈ കൂപ്പി ഞാൻ പറയാം, നീ എന്ത് വേണേലും കാണിക്കുക. പക്ഷെ നിൻ്റെ പേരിൻ്റെ അറ്റത്തെ ആ വാല് അത് വെട്ടി മാറ്റിയിട്ട് നീ കാണിക്കുക. അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ ഒരു ശാന്തി കിട്ടില്ലെന്നേ സത്യം. അത്രത്തോളം നീ ആ പേരിനെ കൊല്ലുന്നുണ്ട്. എനിവേ കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എങ്ങോട്ടാണ് ഈ വള്ളം തുഴഞ്ഞോണ്ട് ഇവിടെ പോകുന്നതെന്ന് നോക്കട്ടെ. ഇന്നലത്തെ മഴയിൽ പൊട്ടിമുളച്ച ഒരു കുമിളാണ് രേണുസുധി. അത് ചീഞ്ഞു പോകാൻ അധികം സമയമൊന്നും ഇല്ലെന്നേ. കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്നത് മാത്രമേ നിലനിൽക്കുകയേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ളതൊന്നും ഇല്ല. അപ്പം ശരി, എന്നാൽ ബൈ ബൈ, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ